വിപ്ര ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ടിൻഡു കുട്ടപ്പൻ. ഇന്നത്തെ പ്രധാന വാർത്തകൾ. സസ്പെൻസിന് വിരാമം. വി ഡി സതീശൻ കേരള മുഖ്യമന്ത്രി. ഹൈക്കമാൻഡ് പ്രഖ്യാപനമെത്തി. ദിവസങ്ങൾ നീണ്ട ചർച്ചകൾക്കും അനിശ്ചിതങ്ങൾക്കും ഒടുവിൽ വിരാമം. പ്രതിപക്ഷ നേതാവായ വി ഡി സതീശനെ കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചു. ദില്ലിയിൽ AICC വിളിച്ച വാർത്താ സമ്മേളനത്തിലാണ് സതീശനെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചത്. AICC നിരീക്ഷകരായ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക്, അജയ് മാക്കൻ, കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാസ് മുൻഷി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF നേടിയ വൻ വിജയത്തിന് പിന്നാലെ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചുറ്റിപ്പറ്റി നടന്ന ചർച്ചകൾക്കും നേതൃത്വ തർക്കങ്ങൾക്കും ഒടുവിലാണ് ഹൈക്കമാൻഡിന്റെ അന്തിമ തീരുമാനം. സ്വർണം വാങ്ങുന്നവർ ഇനി വിമാനം കയറും. ഇന്ത്യയിലെ വില വർധനവിൽ നേട്ടം കൊയ്യുന്നത് ഗൾഫ് രാജ്യങ്ങൾ. വിപണിയിൽ മാറ്റം ഉറപ്പ്. സ്വർണത്തിന് 15% തീരുവ ചുമത്താൻ ഇന്ത്യ തീരുമാനിച്ചതോടെ സ്വർണ വിൽപ്പനയിലെ നഷ്ടപ്രതാപം തിരിച്ചുപിടിക്കാൻ ഗൾഫ് രാജ്യങ്ങൾ. കേന്ദ്ര ബജറ്റിൽ സ്വർണത്തിന് 6% തീരുവ കുറച്ചതോടെ ദുബായ് ഉൾപ്പെടെ ഗൾഫ് മേഖലകളിലെ ജ്വല്ലറികൾക്ക് കോടികളുടെ ബിസിനസ്സാണ് നഷ്ടപ്പെട്ടത്. ഇന്ത്യയിൽ 18% വിൽപ്പന നികുതി ഈടാക്കിയിരുന്നപ്പോൾ പ്രവാസികളും സന്ദർശക വിസയിലെത്തുന്ന ഇന്ത്യക്കാരും വൻതോതിൽ ഗൾഫിൽ നിന്നും സ്വർണം വാങ്ങി നാട്ടിലേക്ക് കൊണ്ടുപോകുമായിരുന്നു. 5% മാത്രമാണ് ഗൾഫിൽ വിൽപ്പന നികുതി. നഗരസഭാ പരിധിയിലും തണ്ണീർമുക്കം പഞ്ചായത്ത് പരിധിയിലും ജപ്പാൻ ജ്വരം റിപ്പോർട്ട് ചെയ്തു. തണ്ണീർമുക്കം പഞ്ചായത്തിൽ 4.5 വയസ്സുകാരനും ചേർത്തല നഗരസഭയിൽ 80 വയസ്സുകാരിക്കുമാണ് രോഗം ബാധിച്ചത്. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്ന ഇരുവരുടെയും ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. 2 ദിവസത്തിനുള്ളിൽ സമീപ പ്രദേശങ്ങളിലെ 2 പേർക്ക് രോഗം സ്ഥിരീകരിച്ചതോടെ ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകി. നഗരസഭയിലും പഞ്ചായത്ത് തലത്തിലും പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കി. AC റോഡിൽ വയലറ്റ് വസന്തം. യാത്രക്കാരുടെ കണ്ണും മനസ്സും നിറച്ച് ഞാവൽപ്പഴങ്ങൾ ശേഖരിക്കാൻ തിരക്ക്. ആലപ്പുഴയും ചങ്ങനാശ്ശേരിയും ബന്ധിപ്പിക്കുന്ന AC റോഡ് ഇപ്പോൾ വെറുമൊരു പാതയല്ല, അതൊരു മധുരമുള്ള അനുഭവമാണ്. റോഡിന് വശങ്ങളിലെ ഞാവൽ മരങ്ങൾ കാഴ്ച പഴുത്തു നിൽക്കുന്ന കാഴ്ച യാത്രക്കാരുടെ കണ്ണും മനസ്സും നിറയ്ക്കുകയാണ്. നാട്ടിൻപുറങ്ങളിൽ സുലഭമായിരുന്ന ഞാവൽപ്പഴം ഇന്ന് അപൂർവമായി മാറിയതോടെ യാത്രക്കാർക്കും ഇതൊരു കൗതുക കാഴ്ചയാണ്. കുട്ടികളെന്നോ മുതിർന്നവരെന്നോ വ്യത്യാസമില്ലാതെ ഞാവൽപ്പഴം ശേഖരിക്കാൻ എത്തുന്നവരുടെ തിരക്കാണ് AC റോഡിൽ. റോഡരികിൽ വാഹനം നിർത്തി കൊമ്പുകൾ ചായ്ച്ചും താഴെ വീണുകിടക്കുന്ന നല്ല പഴങ്ങൾ നോക്കിയെടുത്തും ആളുകൾ മധുരം നുണയുന്നു. 1-ാം പാലത്തിനു സമീപത്താണ് കൂടുതൽ ഞാവൽപ്പഴങ്ങൾ കായ്ച്ചിരിക്കുന്നത്. തൊടുപുഴയിൽ നടത്തിയ ക്രൂരത. 17കാരിയെ പീഡിപ്പിച്ച വിനീഷിന് 12 വർഷം കഠിന തടവ്. ശൈശവ വിവാഹമടക്കം 28 കേസുകൾ. ഇടുക്കി തൊടുപുഴയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി കൂട്ടബലാത്സംഗത്തിനിരയായ കേസിൽ പ്രതിക്ക് 12 വർഷം കഠിന തടവ്. തൊടുപുഴ ബംഗ്ലാംകുന്ന് സ്വദേശി വിനീഷ് വിജയനെയാണ് ഇടുക്കി അഡീഷണൽ ആൻഡ് സെഷൻ കോടതി ശിക്ഷിച്ചത്. പെൺകുട്ടിയുടെ പുനരധിവാസത്തിന് 4 ലക്ഷം രൂപ നൽകാനും കോടതി വിധിച്ചു. തൊടുപുഴയിൽ ഞെട്ടിച്ച കുമാരമംഗലം പീഡനത്തിലെ 2ാമത്തെ കേസിലാണ് കോടതി വിധി. സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നതിനിടെ 17കാരിയായ പെൺകുട്ടിയെ ഇതേ സ്ഥാപനത്തിലെ ജീവനക്കാരനായിരുന്ന വിനീഷ് പലതവണ പീഡിപ്പിച്ചെന്നാണ് പരാതി. ഇതേ സ്ഥാപനത്തിലെ മറ്റു ജീവനക്കാരും പെൺകുട്ടിയെ പീഡിപ്പിച്ചു. തുടർന്ന് ഗർഭിണിയായ പെൺകുട്ടി വയറുവേദനയെ തുടർന്ന് ആശുപത്രിയിൽ എത്തിയതോടെയാണ് പീഡന വിവരം പുറത്തറിഞ്ഞത്. തൊടുപുഴ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ 2017 മുതൽ 2022 വരെ പെൺകുട്ടിയെ വിവിധ ഇടങ്ങളിൽ എത്തിച്ച് നിരവധി ആളുകൾ പീഡിപ്പിച്ചെന്ന് കണ്ടെത്തി. തുടർന്ന് പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയ പോലീസ് 28 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. ഇതിൽ വിചാരണ പൂർത്തിയായ 2ാമത്തെ കേസിലാണ് വിധി പറഞ്ഞത്. പ്രതിക്കെതിരെ ബലാത്സംഗം, ലൈംഗിക അതിക്രമം എന്നീ വകുപ്പുകളാണ് ചുമത്തിയത്. ഇതുപോലുള്ള ന്യൂസ് അപ്ഡേറ്റുകൾക്കായി വിപ്ര ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക.